ഹലോ ഡോക്ടർ, ഞാൻ ഡോക്ടറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിരുന്നു. ഞാൻ അതിൽ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള മസിൽ ടെസ്റ്റിങ്ങുകളും ചെയ്തു നോക്കി. പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ടൈറ്റ്നസ്സും ഫീൽ ചെയ്തില്ല. എന്നിട്ടും ഇപ്പോഴും എനിക്ക് വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്, വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നടുവേദനയുടെ കാരണം മസിൽ സ്പാസം മാത്രമായിരിക്കില്ല. സോ വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട്. വെൽക്കം ടു അവർ ചാനൽ മൈ ഫിസിയോമേറ്റ്. മസിൽസിന് വലിയ സ്പാസമൊന്നുമില്ല, എന്നിട്ടും നടുവേദന വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മസിൽസിൻ്റെ സ്ട്രെങ്തിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് മസിൽ സ്ട്രെങ്തിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ലോവർ സ്പൈനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളെന്ന് പറയുമ്പോൾ പ്രധാനമായും വരുന്നത് നമ്മുടെ കോർ മസിലുകളാണ്. കോർ മസിലുകളിൽ ഉൾപ്പെടുന്നത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, സ്പൈനൽ മസിൽസ്, പെൽവിക് ഫ്ലോർ മസിൽസ് ആൻഡ് ഡയഫ്രം. നമ്മുടെ ശരീരത്തിൻ്റെ ആൻറ്റീരിയർ ഭാഗത്തായി നമ്മുടെ വയറിനോട് ചേർന്ന് കാണുന്ന മസിലുകളാണ് അബ്ഡോമിനൽ മസിലുകൾ. പ്രധാനമായും 4 അബ്ഡോമിനൽ മസിലുകളാണ് നമുക്കുള്ളത്: ഇന്റേണൽ ഒബ്ലിക്, എക്സ്റ്റേണൽ ഒബ്ലിക്, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്, റെക്ടസ് അബ്ഡോമിനസ്. സ്പൈനൽ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നടുഭാഗത്തോട് ചേർന്ന് നമ്മുടെ പുറകുഭാഗത്ത് കാണുന്ന മസിലുകളെയാണ് സ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത്. സൂപ്പർഫിഷ്യലി ലാറ്റിസിമസ് ഡോർസയും ക്വാഡ്രാറ്റസ് ലംബോറവും, ഡീപ്ലി മറ്റ് പാരാസ്പൈനൽ മസിലുകളും ഉൾപ്പെടുന്നതാണ് പോസ്റ്റീരിയർ സ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത്. ഇവ കൂടാതെ നമ്മുടെ വയറിൻ്റെ അടിഭാഗത്തായി നമ്മുടെ ഗ്രോയിൻ ഏരിയ ഉൾപ്പെടെ കവർ ചെയ്ത് വരുന്ന മസിലുകളെയാണ് പെൽവിക് ഫ്ലോർ മസിലുകൾ എന്ന് വിളിക്കുന്നത്. ഈ 3 ഗ്രൂപ്പുകളും കൂടാതെ ശ്വാസകോശത്തിൻ്റെ താഴെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലായി കാണുന്ന ഡയഫ്രം എന്ന് പറയുന്ന മറ്റൊരു മസിൽ കൂടി ചേർന്നതാണ് കോർ മസിൽസ്. മുകളിൽ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ സ്ട്രെങ്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾക്ക് നടുവേദന വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് മസിലിൻ്റെ ആണോ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ആ മസിലിൻ്റെ കമ്പൈൻഡോ സിംഗിളോ ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻഡോ സിംഗിൾ ആയിട്ടുള്ള മസിലിൻ്റെ ആക്ഷൻ ഉണ്ടാകുമ്പോൾ മസിൽസിന് ആ ആക്ടിവിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മസിൽ വീക്കാണെന്നുള്ളത് നമുക്ക് കണക്കാക്കാം. അബ്ഡോമിനൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യമായി ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിലേക്ക് മലർന്നു കിടക്കുക. മലർന്നു കിടന്ന ശേഷം 2 കാൽമുട്ടുകളും മടക്കി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇടുപ്പ് മെല്ലെ മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. 10 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റ് ഷിവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസിൻ്റെ കമ്പൈൻഡ് സ്ട്രെങ്ത് ഓക്കെ ആണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അബ്ഡോമിനൽ മസിൽസിൻ്റെ സിംഗിൾ സ്ട്രെങ്ത് ഇവാലുവേഷനാണ് ചെയ്യാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ അതേ പൊസിഷനിൽ കിടന്നുകൊണ്ട് മുട്ടുകൾ മടക്കി വയ്ക്കുക. ഒരു കാലിൻ്റെ മുട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കുക. ശേഷം വീണ്ടും ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ഇടുപ്പിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു ജെർക്കി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിറയൽ പോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മസിൽസിൻ്റെ വീക്ക്നെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇരുവശത്തും ഇതുപോലെ ആവർത്തിക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്പൈനൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് ആണ്. സ്പൈനൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിൽ കമിഴ്ന്ന് കിടക്കുക. നിങ്ങളുടെ 2 കൈകളും തലയുടെ പുറകിലാക്കി കെട്ടിക്കൊണ്ട് 2 കാലിൻ്റെ മുട്ടുകൾ മടക്കി വെച്ച് കാലുകളും കൈകളും മുകളിലേക്ക് ഉയർത്തി ഒരു ബോട്ടും രൂപത്തിൽ വരാൻ ശ്രമിക്കുക. ഈ ബോട്ട് പോസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് കഴപ്പോ മറ്റ് വേദനകളോ അനുഭവപ്പെടുകയോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇടുപ്പ് ഭാഗത്തായി വിറയൽ അനുഭവപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ സ്പൈനൽ മസിൽസിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ വീക്കാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അടുത്തതായി സ്പൈനൽ മസിൽസിൻ്റെ സിംഗിൾ ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായി ക്വാഡ്രിപോഡ് പൊസിഷനിലേക്ക് വരിക. ഒരു കാലിൻ്റെ മുട്ട് മടക്കി കാല് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഉയർത്തിയ ശേഷം 10 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസിൽസിന് കഴപ്പോ മറ്റ് ഷിവറിങ്ങോ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ വീക്കാണ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇരുഭാഗത്തും ആവർത്തിക്കുക. അടുത്തതായി പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായി മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് 2 കാൽമുട്ടുകളും മടക്കി വയ്ക്കുക. കാൽമുട്ടുകൾ മടക്കി വെച്ച ശേഷം മുട്ടുകളുടെ ഇടയിലേക്ക് ഒരു പില്ലോ മടക്കി ഒരു റോളായി വയ്ക്കുക. ഈ പില്ലോയിലേക്ക് നിങ്ങളുടെ 2 മുട്ടുകളും കൊണ്ട് അമർത്തി പിടിക്കുക. ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് വരുന്ന ഏരിയയിലുള്ള മസിലുകൾക്ക് ഒരു ഷിവറിങ്ങോ ടയർഡ്നെസ്സോ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽ വീക്കാണ് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി ഡയഫ്രം എന്ന മസിലിൻ്റെ ഇവാലുവേഷനായി
നിങ്ങളൊരു ചെയറിൽ മുട്ടുകൾ താഴേക്കിട്ട് നിവർന്നിരിക്കുക. നിങ്ങളുടെ 2 കൈകളും അബ്ഡമനിലേക്ക് വയ്ക്കുക. അബ്ഡമൻ മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അബ്ഡമൻ മുന്നിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡയഫ്രം എന്ന മസിൽസിൻ്റെ വീക്ക്നെസ് ആണ്. ഇത്തരത്തിൽ 10 സെക്കൻഡ് ഹോൾഡിംഗ് ഇവാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും മസിലുകൾക്ക് ഷിവറിങ്ങോ അതല്ല ഏതെങ്കിലും മസിലുകൾക്ക് ടയർഡ്നെസ്സോ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മസിൽസിൻ്റെ വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മസിൽസിൻ്റെ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോ ബാക്ക് പെയിനിന് കാരണമായേക്കാം. മസിൽസിൻ്റെ വീക്ക്നെസ്സും മസിൽസിൻ്റെ സ്പാസവും കൊണ്ട് ലോ ബാക്ക് പെയിൻ വരുമ്പോൾ അതെങ്ങനെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ടോപ്പിക്കുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ വഴി അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇനി കാണും വരെയും സൈൻ ഓഫ്.